ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസത്തേക്ക് നമുക്ക് ഇന്ന് ഈവനിങ് ആയിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കില്ല. അപ്പോഴത്തേക്ക് എന്തായാലും ഒരു ഉള്ളിവട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളിവട ഉണ്ടാക്കുകയാണ്. അപ്പം കുറച്ച് ഏത്തക്കൊക്കെ ഉള്ളപ്പം എന്നാൽ വാഴയ്ക്കപ്പം കൂടെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ പച്ചമുളക് അരിയുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലതായിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് നമുക്കിതൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു ലേശം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഏത്തക്കപ്പത്തിൻ്റെ മിക്സൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏത്തക്കയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മളത് ഏത്തക്കപ്പം ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കപ്പമാണ്. ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദാമാവിനെക്കാട്ടി മൈദാമാവും ചേർക്കും, അതോടൊപ്പം അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കൂടെ കിട്ടും. നമുക്ക് നല്ല ഒരുപാട് മാവൊന്നും ഇല്ലാതെ നല്ല ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിവടയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള ഉള്ളിവടയും അതേപോലെ തന്നെ ഏത്തക്കപ്പവും ആയിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.